ബീഹാറിലെ ഡൽഹി കൊൽക്കത്ത ഹൈവേയിൽ 4 ദിവസമായി കുടുങ്ങിക്കിടക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ. പരസ്പരം തൊട്ടില്ല എന്ന മട്ടിലാണ് ഓരോ വാഹനവും നിൽക്കുന്നത്. 4 ദിവസം കഴിഞ്ഞിട്ടും ഗതാഗതക്കുരുക്കിന് മാറ്റമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ബീഹാറിലെ റോഹ്താസിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് റോഡ് നിർമ്മാണ പ്രവർത്തകർ ദേശീയപാത 19 വിവിധ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു. നിരവധി റോഡുകൾ വെള്ളത്തിനടിയിലായതിനെ തുടർന്നായിരുന്നു ഇത്. വഴിതിരിച്ചുവിട്ട റോഡുകളിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വെള്ളക്കെട്ടിറങ്ങാതെ നിൽക്കുന്നതും വാഹനങ്ങൾക്ക് നീങ്ങാൻ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ഇങ്ങനെയാണ് ഗതാഗതക്കുരുക്ക് കൂടുതൽ വഷളായത്. ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ പോലും മണിക്കൂറുകളാണ് എടുക്കുന്നത്. ഗതാഗതക്കുരുക്ക് ഇപ്പോൾ റോഹ്താസിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ അകലെയുള്ള ഔറംഗാബാദ് വരെയാണ് നീണ്ടുകിടക്കുന്നത്. ദേശീയപാത അതോറിറ്റിയോ റോഡ് നിർമ്മാണ കമ്പനിയോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. 24 മണിക്കൂറിനുള്ളിൽ വാഹനങ്ങൾക്ക് 5 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന തരത്തിൽ സ്ഥിതി വളരെ മോശമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 30 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ 7 കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ടോൾ, റോഡ് നികുതി, മറ്റു ചെലവുകൾ എന്നിവ അടച്ചിട്ടും ഞങ്ങൾ ഇപ്പോഴും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് നേരിടുന്നു. NHAI ഉദ്യോഗസ്ഥരെയോ പ്രാദേശിക ഭരണകൂടത്തെയോ റോട്ടിൽ കാണാനില്ലെന്ന് റോട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ട്രക്ക് ഡ്രൈവർ പ്രവീൺ സിംഗ് പറയുന്നു. 2 ദിവസമായി ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഞങ്ങൾ വിശപ്പും ദാഹവും അനുഭവിച്ച് ദയനീയ അവസ്ഥയിലാണ്. കുറച്ച് കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ പോലും മണിക്കൂറുകൾ എടുക്കുന്നുവെന്ന് മറ്റൊരു ട്രക്ക് ഡ്രൈവർ സഞ്ജയ് സിംഗ് പറഞ്ഞു. ആംബുലൻസ്, അടിയന്തര സേവനങ്ങൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ എന്നിവയും ഗതാഗതക്കുരുക്കിൽ വലഞ്ഞു. ദേശീയപാത അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ രഞ്ജിത്ത് വർമ്മയോട് ഗതാഗത സ്തംഭനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചു എന്നാണ് റിപ്പോർട്ട്.